റീത്ത് ഒരു തേങ്ങ മുറി. ഇതെന്താ പരിപാടി? തേങ്ങ സലിംകുമാർ ചേരണ്ടി തേങ്ങ. ഞാൻ തേങ്ങ അടിച്ചപ്പോ ഒരു പീസ് വെള്ളത്തിൽ. മഞ്ഞപ്പൊടി എടുക്കൂ. ആ പട്ടി കൊണ്ടുവന്നു. മഞ്ഞപ്പൊടി എടുക്കാൻ പറഞ്ഞപ്പോ നീ ചിക്കൻ മസാല കൊണ്ടുവന്നു. നീ ലാലേട്ടന്റെ ഫാൻസ് ഒക്കെ ഹരിതയെ ഓടിച്ചിട്ട് അതങ്ങനെ തല്ലണമായിരുന്നു. ആണോ? അത് അറിഞ്ഞൂടെന്നെങ്കിലും പറയാം. ഇത് മലയാളിയായിട്ടുള്ള ഒരാൾ എന്റെ അടുത്ത് തിളക്കമല്ലേ എന്ന് കഴിഞ്ഞു. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡില് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആരാധനാലയങ്ങളിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാം പടച്ചവും കൊണ്ടുതരും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് അന്ധവിശ്വാസം. മറിച്ച് നമ്മൾ താൻ പാതി ദൈവം പാതി എന്നുള്ള അവസ്ഥയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രമേ എന്തെങ്കിലും തരുള്ളൂ എന്ന് പറയുന്നതാണ് വിശ്വാസം. ഈ വിശ്വാസം എന്നൊരു സാധനം ഉണ്ട്. സത്യം നമ്മൾ പലരും ഇപ്പൊ ജ്യോതിഷം നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അനുഭവസ്ഥനാണ് ഉള്ളാരും പറയാലോ. സീരിയസ്ലി അല്ലല്ലേ, ജ്യോതിഷത്തിൽ ഭയങ്കര അനുഭവസ്ഥനാണ് ഞാൻ. വീട്ടിലെ അമ്മ ഒരു പശുവിനെ വാങ്ങുന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ജോഷിനോടൊന്ന് ചോദിക്കാൻ പറഞ്ഞു. കറക്റ്റ് പോയി ചോദിച്ചു. അപ്പൊ ജോഷൻ പറഞ്ഞു ഈ സമയത്ത് പശു വാങ്ങാൻ നല്ല സമയമല്ല, ഇപ്പൊ മേടിക്കാരെന്ന് പറഞ്ഞു. കേട്ടില്ല, അമ്മ പശുവിനെ മേടിച്ച് 3-ന്റെ അന്ന് വാഴ വെട്ടിയിട്ട് പോലെ പശു ചത്ത അവിടെ കിടക്കുന്നു. കണ്ടാ പല്ലിയല ചേട്ടാ, ഗൗളി ശാസ്ത്രം കറക്റ്റാണ്. സത്യം പറയുമ്പോൾ അങ്ങനെ സംഭവിക്കും. ഇതിലും ശാസ്ത്രം ഉണ്ടല്ലേ? പിന്നെ ഗൗളിശാസ്ത്രം ഭയങ്കര വിശ്വാസമുള്ള സത്യമുള്ള സംഭവമല്ലേ. അച്ഛൻ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി നിന്നു. ഇതുപോലെ ജോഷിന്റെ അടുത്ത് ചോദിച്ചു ഇപ്പം ഒരു ബിസിനസ് തുടങ്ങാൻ നല്ല സമയം. പുള്ളി പറഞ്ഞു ഇപ്പൊ തുടങ്ങരുതെന്ന്. അച്ഛൻ കേട്ടില്ല, ചാടി കയറി തുടങ്ങി. 4-ന്റെ അന്ന് ബിസിനസ് പൊട്ടി പാളീസായി ഇപ്പൊ വിഷമിച്ച് വീട്ടിയിരിപ്പുണ്ട്. കണ്ട പല്ലിയല ചേട്ടോ, സത്യം ഇതില് സത്യമുണ്ട്. ഇതില് അത്രയും ഇതുണ്ട്, ഭയങ്കര സത്യമുണ്ട്. എന്റെ സഹോദരിയുടെ കല്യാണം, ചേച്ചിയുടെ കല്യാണം ഇതുപോലെ ജോഷിന്റെ അടുത്ത് വെച്ച് ഇപ്പൊ കല്യാണം നടത്താൻ നല്ല സമയമാണ്. പുള്ളി പറഞ്ഞു ഇപ്പൊ നടത്തരുത്, ഒരു കാരണവശാലും നടത്തരുതെന്ന്. കേട്ടില്ല, അച്ഛനും അമ്മയോട് ചാടി കയറി കെട്ടിച്ചു വിട്ട് ചേച്ചിയെ. 4-ന്റെ അന്ന് അടിച്ചു വിരിഞ്ഞ് ഇപ്പൊ ഡിവോഴ്സ് ആയിട്ട് വീട്ടിയിരിപ്പുണ്ട്. സത്യം ദൈവമേ, സത്യം. ഇതുപോലെ എന്റെ കാര്യം പോയി ചോദിച്ചു, മോൻ എങ്ങനെ വരും? അപ്പൊ ജോത്സ്യം പറഞ്ഞല്ലോ ഈ നാട്ടിൽ ഇതുപോലൊരു പയ്യൻ കാണത്തില്ല, നല്ല ശുദ്ധനായിരിക്കും, വീട് നോക്കും, നാട് നോക്കും, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, നാട്ടുകാരെല്ലാരും ഇവനെ കുറിച്ച് നല്ലത് പറയും. ആ പട്ടിപ്പല്ലി ചത്ത, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം പറയുമ്പോ അവന്റെ വായിൽ കുരു. അവൻ ഇത്രയും നേരം ഇരുന്ന് അവൻ ഒരു കുഴപ്പമില്ലായിരുന്നു. കിഴങ്ങ് പല്ലി. ഒരു പല്ലിയുടെ കാര്യമല്ലേ, വിട്ടേക്ക്, സാരല്ല. അല്ല എന്നാലും ഇത്രയും പല്ലിയല്ലടാ, വിട്, അത് അവിടെ ഇരി. പല്ലി ചെയ്ത് കിടത്തണോ? ഈ ഗൗളിശാസ്ത്രം ഉണ്ട്, സത്യം കാണുമ്പോ മാത്രമേ അതെനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അങ്ങനെയാണെങ്കിലേ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നതും ഇങ്ങനെ ഈ ലക്ഷണമൊത്ത ഒരാൾ വേണം. ഏറ്റവും ആദ്യത്തെ സിനിമയിൽ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ട് മാറിയ ഒരു നായിക, അങ്ങനെ ഒരു നായിക തന്നെ നമുക്ക് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് വിളിച്ചാൽ നായികാരാ അങ്ങനെയുള്ള ഒരു കക്ഷി വരുന്നുണ്ട്. എന്നാ വിളിക്കേ, കക്ഷി വരുമ്പോണ്ടല്ലോ ആൾക്കാര് മുഴുവൻ നായകൻ വേണ്ടേ? അപ്പൊ അയ്യോ നായിക ഒരു സെക്കൻഡ്, ഒരു ഊള ഷർട്ടും ഒരു നീല മുണ്ടും 120 രൂപയുടെ ഒരു ഗ്ലാസ് നായകൻ. നമ്മൾ ലക്ഷണമൊത്ത നായികയാണ് വിളിക്കുന്നത്. അവിടെ ഈ ലക്ഷണം കെട്ട നായകന്റെ യാതൊരു ആവശ്യമില്ല, അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കാൻ പോകുന്നു ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ വേദിയിലേക്ക് ഇന്നത്തെ ലക്ഷണമൊത്ത നായികയെ. അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ മുഴുവൻ മനസ്സിലേക്ക് ഒരു ലിച്ചിപ്പഴത്തിന്റെ മധുരമായി കയറിയ നമ്മുടെ സ്വന്തം ലിച്ചി.
എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഓണൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു. ഓണത്തിന് യാത്രയൊക്കെ പോയിരുന്നല്ലോ. പോയിരുന്നു. പൊളിയായിരുന്നല്ലോ. എല്ലാരും ബിസി അല്ലേ, അപ്പൊ ഓണത്തിന് മാത്രമേ കുറെ പേരൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ പോയി. കല്ലു വന്നത് പെപ്പേനെ പോലെ ഒരു ചെറിയ ചെറുക്കന്റെ കൂടെയാണ്. പെപ്പ ഇപ്പൊ വലുതായെങ്കിലും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലാലേട്ടൻ, മമ്മൂക്ക, വലിയ ഭാഗ്യങ്ങളാണ് ലിച്ചി അല്ലെങ്കിൽ അന്നയെ കാത്തിരുന്നത്. എന്താണ് ഇപ്പൊ ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ലൈഫ് ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണല്ലോ ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നത്. എന്താ തോന്നണേ? എനിക്കൊരു ഭാഗ്യമാണ്. ലോക്ക്ഡൌൺ അല്ല, ഞാൻ വന്ന ഗ്രാഫ് എനിക്ക് ഇഷ്ടമായി. പിന്നെ ലോക്ക്ഡൌൺ സമയത്താണെങ്കിൽ പറയുകയാണെങ്കിൽ ശരിയാ കഷ്ടപ്പെട്ടു. ആ സമയത്ത് എനിക്ക് 4-5 വർക്ക് ഒരുമിച്ച് വന്നായിരുന്നു. അപ്പൊ അതിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചപ്പോഴാണ് ലോക്ക്ഡൌൺ ആയിപ്പോയത്. പിന്നെ എന്താ ചെയ്യാ, വീട്ടിൽ വെറുതെ ഇരുന്നു, ഫാമിലിക്ക് നോക്കി. എന്തായിരുന്നു ലോക്ക്ഡൌൺ പ്രധാനപ്പെട്ട പരിപാടി? ഞാനൊരു ഡോഗിനെ എടുത്തു. ഇങ്ങനെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ചോ അതോ നിനക്കെന്താ പ്രശ്നം? എന്തോ എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. എനിക്ക് മറ്റേ ഗൗളിയുടെ ഗൗളിയിലാണോ? ആ പുള്ളി ചാവട്ടെ, അതിന് എനിക്കെന്ത്. അതല്ല, പിന്നെന്താ, എനിക്ക് ഉള്ളിൽ ഒരുപാട് വിഷമം. എന്തുണ്ടെങ്കിലും നമ്മളടുത്ത് പറഞ്ഞുവിടാ. രണ്ടുപേരില്ലേ നമ്മള്? നിങ്ങളെപ്പോ എടുത്ത് കാണുമ്പോഴേ എനിക്ക് വിഷമം കൂടെയാണ് ചെയ്യുന്നത്. നിങ്ങളെ കാണുമ്പോൾ എനിക്കല്ലാതെ എനിക്ക് ഇവിടെ ഇവിടെ ഉള്ള ആരുടെ വിഷമം പറ്റിയാൽ പറയാം ഒരു മുഖമല്ല. ഈ മുഖത്തൊക്കെ നോക്കിയിട്ട് എങ്ങനെ ഞാൻ വിഷമം പറയും? ഇത് അവിടെയൊക്കെ നോക്ക്. ഇപ്പൊ എനിക്ക് വിഷമം പറയാൻ പറ്റിയ ഒരാൾ വന്നു എനിക്കൊന്ന് വിഷമം പറയണം. അത്രയും ആരെടുത്താ വിഷമം പറയേണ്ടത്? എനിക്ക് ലിച്ചിച്ചിച്ചിയുടെ അടുത്ത് വിഷമം പറയണം. ലിച്ചി ചേച്ചി എന്ന് പറഞ്ഞത് ചേർന്ന് പോയതാണ് ലിച്ചിച്ചിച്ചി. ചിച്ചി പറഞ്ഞോട്ടെ, എന്റെ വിഷമം പറഞ്ഞോട്ടെ. അപ്പൊ എനിക്കൊന്ന് പറഞ്ഞ എന്തെങ്കിലും ആശ്വാസം കിട്ടിയാലോ? മാനസിക പോട്ടെ, നീ പറ. അല്ലെ, എനിക്ക് ലിച്ചിച്ചിച്ചി ലിച്ചി എന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. എനിക്ക് എന്താന്നറിയോ, ഈ ചീ ഇവിടെ ഉണ്ടോ? അപ്പൊ ഞാൻ എന്താന്നറിയോ, എനിക്ക് എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാലേ, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തിൽ ഒരു അവയവമായിട്ട് ഈ മൊബൈല് മാറിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ വലിയൊരു തീക്ഷ്ണമായി ഇതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ചേച്ചിയെ കണ്ടുമുട്ടുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇതെന്താണ് ഇത് എന്റെ ഒരു അവയവമായി മാറിപ്പോയി മൊബൈലേ. എനിക്ക് അത് നീ കൊണ്ട് നടന്നാ പോരെ, എന്താ പ്രശ്നം? അല്ല, അതിലൊരു പ്രശ്നമുണ്ട്. ചാറ്റ് ചെയ്യും മെസ്സഞ്ചറിൽ, ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ. അങ്ങനെ ഞാൻ ചാറ്റ് ചെയ്ത് ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ ഭയങ്കര പ്രേമത്തിലായി. സ്വാഭാവികം, ഈ പ്രായത്തിലൊക്കെ വേണല്ലോ. വേണ്ട, ചേച്ചിക്ക് ഇത് മനസ്സിലാവും, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അവളെ ഭർത്താവും കൂടെ അത് മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കില്ല. ഭർത്താവുള്ള കുട്ടിയാണോ അത്? ആ ഭർത്താവ് എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. ഒരു മിനിറ്റ്, ഭാര്യയും ഭർത്താവും നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്? രണ്ടുപേരും എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അതിലെ ഭാര്യ നിന്റെ കാമുകി? ഞാൻ ഇഷ്ടത്തില്ല, നമ്മള് പ്രേമത്തിലാണ്. ഇത് അത് കുറച്ച് നീങ്ങുന്നതായിരിക്കും നല്ലത്. അല്ല, അത് മാത്രമല്ല, ഈ കുട്ടിക്ക് എന്റെ അടുത്ത് ഈ മെസ്സേജ് അയക്കുക, പ്രേമിക്കാന്നതിനപ്പുറം എന്നെ ഈ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടി. അത്രയും നല്ല മനസ്സുള്ളൊരു, നന്നായി വലിപ്പിക്കുന്നുണ്ട്. അല്ല, അങ്ങനെയല്ല, ഞാൻ എന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിക്കും. ഇത് ഇവളുടെ വീട്ടിൽ അറിഞ്ഞായിരുന്നു. ഭർത്താവ് ഇത് പൊക്കി, വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഈ ഭർത്താവ് എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയച്ചു. സഹോദര, ദയവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എന്റെ കുടുംബം നീ തകർക്കരുത്. സത്യം, എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, ഭയങ്കര വിഷമമായി. ഞാൻ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. അത് നല്ല കാര്യം, കാരണം പ്രായശ്ചിത്തമാണല്ലോ. നമ്മള് ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് പ്രായശ്ചിത്തമാണ്. നീ അത് ചെയ്തല്ലോ, അത് കുഴപ്പമില്ല, നീ പ്രയാസപ്പെടണ്ട. അല്ല, അവളെ ആര് ബ്ലോക്ക് ചെയ്തത്? ഞാൻ ഭർത്താവിനെയാണ് ബ്ലോക്ക് ചെയ്തത്. പൊന്മുട്ടിയിടുന്ന താറാവിനെ ആരെങ്കിലും കൊല്ലുവോ? എനിക്കിപ്പോ എന്റെ ഏറ്റവും വലിയ വിഷമം എന്താ അറിയാമോ? എനിക്ക് രാത്രി ഉറക്കവും ഇല്ല, പകല് ക്ഷീണോ. അതെ, ഇവനെ അതിനെന്തെങ്കിലും മരുന്നുണ്ട് ചേച്ചി? അതിനുള്ള മരുന്ന് നമ്മൾ പറഞ്ഞുതരാം. ഇത്രയും കാലത്തിനോടിടയ്ക്ക് അറിയാവുന്ന രീതി വെച്ചിട്ട് ഇവനുള്ള അവന് ഒരു മരുന്നുണ്ട്. അവൻ 2 വെള്ള സോക്സ് കൂടി ഇട്ടോണ്ടെന്നാ ചിലപ്പോ ലിച്ച് കൊണ്ടുപോകും. അവൻ വിളിച്ച പേരെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ. ലിച്ചിയുടെ വീട്ടിൽ ഇപ്പൊ എന്തുണ്ടെന്നാ പറഞ്ഞേ? പട്ടി. എന്നെ പട്ടി. എനിക്ക് എന്റെ വൈറ്റൂനെ ഭയങ്കര ഇഷ്ടം. അതിന് ഞാൻ കമ്പയർ ചെയ്യരുത് പ്ലീസ്. ഇവന്റെ ക്ഷീണം ഉണ്ടല്ലോ, രാവിലെ എണീക്കുമ്പോ ക്ഷീണം. നമുക്ക് ഈ മൊബൈൽ ഏതെങ്കിലും ആറ്റി കൊണ്ടുപോയി കളയാം. അപ്പൊ നിന്റെ ഉറക്കവും ശരിയാവും, രാവിലെ സത്യം ഞാൻ പറയട്ടെ, എനിക്ക് ആ ക്ഷീണം ഇഷ്ടമാണ്. അവിടെ ഇരി പോയി. ലിച്ചി, ഇന്ന് നമ്മുടെ എപ്പിസോഡില് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വിശ്വാസങ്ങളെ കുറിച്ചും അന്ധവിശ്വാസങ്ങളെ കുറിച്ചുമാണ്. ലിച്ചിയോടൊരു ചോദ്യം. ഈ എന്തെങ്കിലും അങ്ങനത്തെ വിശ്വാസങ്ങൾ, പൂച്ച കുറുകെ ചാടി, കരിമ്പൂച്ച കുറുകെ ചാടി, അല്ലെങ്കിൽ പാമ്പിനെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർക്ക് ചില വിശ്വാസങ്ങളുണ്ട്. അതുപോലെ എന്തെങ്കിലും വിശ്വാസം ലിച്ചിക്കുണ്ട്? ഇല്ല, ഞാൻ അത്രയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടൊന്നുമില്ല. ഈ വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഭാഗമായിട്ട് ലിച്ചി വന്നിട്ടുണ്ടോ? അങ്കമാലിയുടെ ഫസ്റ്റ് ഷോട്ട് ഞാനാണ്.
ഇനി ഒരു ചോദ്യം കൂടെ. ഈ ലിച്ചി എന്നുള്ള പേരാണോ രാശി, അതോ അന്ന എന്നുള്ള പേരാണോ? മേലേക്കിടയിലുള്ള മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ലിച്ചി എന്നാണ് വിളിക്കുന്നത്. ഈ താഴേക്കിടയിലുള്ള സ്നേഹയെ പോലുള്ള ആൾക്കാരെ ഇല്ല, ഞങ്ങള് ഫ്രണ്ട്സിൽ പല പേരിലും വിളിക്കും. നിങ്ങൾ എങ്ങനെ ഇത്ര സുഹൃത്തുക്കളായത്? കാരണം ഈ ഓണത്തിന് നിങ്ങൾ എല്ലാരും കൂടി യാത്ര ചെയ്ത വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ട് നമ്മള് വെറുത്തിരിക്കുക. അത് ഞങ്ങൾ വെളിപാടിന്റെ പുസ്തകത്തിൽ വെച്ച കൂട്ടായിരുന്നു. അന്നത്തെ ക്യാരക്ടർ ഞങ്ങള് 2 ക്യാരക്ടറും ടീച്ചേഴ്സും ഫ്രണ്ട്സ് ആയിട്ടാണ്. സോ അത് പിന്നെ ഇത്രയും വർഷമായിട്ട് ഞങ്ങള് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സ്നേഹ ചേച്ചിനെ ഫസ്റ്റ് വിളിച്ച് ചോദിക്കാം. ഒരു സൗഹൃദത്തിന്റെ വെളിപാട്. അല്ല, ഒരു കാര്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേച്ചി വിളിച്ച് ചോദിക്കാന്ന്. ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ബോധക്കുറവുള്ള ആളാ സ്നേഹ. ഇനി വേറെ കാര്യം, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അവളെ വിളിച്ച് ചോദിക്കണേ. രണ്ടുപേരുടെയും വളർച്ചയുണ്ടല്ലോ, രണ്ടുപേരുടെയും വളർച്ച കുറച്ചുകൂടി ഉയരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരസ്പരമുള്ള വിളികൾ നിർത്തുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ ലിച്ചി എനിക്ക് തോന്നുന്നു നമുക്ക് ഈ റോക്ക് ആൻഡ് റോളിന് പറ്റിയ ആളാണ്. അപ്പൊ നമ്മൾ ഒരേ വൈബാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കുന്ന ആളെ കണ്ടപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ഞങ്ങൾക്കൊരു സമാധാനമായത്. അതെ. അപ്പൊ വേറെ ഒന്നും പറയാനില്ല, ഓൾ ദി വെരി ബെസ്റ്റ്. അത്രയൊക്കെ പറയാനുള്ളൂ, ബാക്കിയെല്ലാം ദൈവം രക്ഷിക്കട്ടെ. എന്തായാലും ഇപ്പൊ നമ്മളൊരു വലിയ കസേരയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ചെന്നിരുന്നോളൂ, ഇവിടെ കുറെ പരിപാടികൾ നടക്കാനുണ്ട്. ഓക്കെ, കളർഫുൾ ആയിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടിരിക്കുന്നത് നമ്മൾ ഇവരെ ക്ഷണിക്കുകയാണ്. അടിപൊളിയല്ലേ? അപ്പൊ അങ്ങനെ മത്സരം തുടങ്ങിയാലോ? മത്സരത്തിന്റെ ഒരു ഏകദേശ രൂപം പറയുകയാണെങ്കിൽ ഈ ബോക്സിലായിട്ട് പല 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 സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ നിരത്തി വെച്ചിരിക്കുന്നത് ഓരോന്നും ഓരോ ക്ലൂ ആണ്. ഈ ക്ലൂവിൽ നിന്നും നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സിനിമ കണ്ടെത്തുക, സിനിമ പേര്. ഗംഭീര പരിപാടിയാണ്. നമുക്കപ്പോ അങ്ങനെയാണെങ്കിൽ മത്സരം തുടങ്ങിയാലോ? നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ തവണ നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ പുലിമുരുകനിലെ പുലി ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾ പുലിമുരുകൻ എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. കാരണം പുലി അഭിനയിച്ചിരിക്കുന്ന വേറെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. വിജയുടെ പുലിയാവാം. അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അപ്പൊ തന്നെ അപ്പുറത്തുള്ള ആൾക്ക് അവസരം പോകും. തെറ്റിച്ചില്ലെങ്കിൽ വീണ്ടും ഇവിടെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. 3 ക്ലൂ വരെ ഉണ്ട്. 3 ക്ലൂ വരെ വന്നോണ്ടേയിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ദേവാസുരം വിളിച്ചാലോ? ദേവാസുരം ടീമിനെ വിളിക്കാം. ഇഷ്ടമുള്ളത് എടുത്തോ. ഇഷ്ടമുള്ളത് ഏത് സെലക്ട് ചെയ്താൽ മതി. നിങ്ങൾ ആരും എന്നെ ഹെൽപ്പ് അങ്ങനെ പോയി എടുക്കരുത്. ഏത് വേണം സെലക്ട് ചെയ്താൽ മതി. എനിക്ക് പച്ച. അപ്പൊ അവിടെ നിന്നോ, അവിടെ നിന്ന് ഞാൻ പോയി ഇത് എടുത്ത് കാണിച്ചു തരും. ആദ്യത്തെ ക്ലൂ എന്ന് പറയുന്നത് എന്തത്? റീത്താണോ? അർജുനുള്ള അവസരമാണ് ഇതിനകത്ത്. കല്യാണരാമൻ. ഉറപ്പാണോ? ഉറപ്പാണോ? ഞാൻ ക്ലൂ ഉണ്ട്. അതിന് മുമ്പ് ഉറപ്പെന്ന് ഞാൻ പറഞ്ഞില്ല. ഉറപ്പാണോന്ന് അവരല്ലേ ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല ഉറപ്പാണോ. ഉത്തരം പറഞ്ഞില്ലേ? തെറ്റിപ്പോയില്ലേ? കാര്യമുണ്ടായോ? അപ്പൊ ഞാൻ അത് ഉറപ്പിച്ചില്ല. തെറ്റാണ്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. റീത്ത് കണ്ട ഉടനെ കല്യാണം ചാടി കയറി പറയോ? ഇനി മേലെ ഞാൻ അത് പറയൂല. ശരിയാണോ? ഇപ്പൊ അടുത്ത ക്ലൂ തരട്ടെ. നീ ഇപ്പൊ മാറ്റി പറയുന്നുണ്ടോ? അത് ഒറ്റ തവണ മാത്രം ആർക്കുന്നില്ല. ഇനി വേണം. ക്ലൂ. അതെ. ഏത്? ഞാൻ നേരത്തെ പറഞ്ഞ ഏത്? കല്യാണരാമൻ. ഉറപ്പിച്ചാ? അടുത്തൊരു ക്ലൂ കൂടെ. റീത്ത് ഒരു തേങ്ങാമുറി. റീത്തിന്റെ കാര്യം എന്തായിരുന്നു കല്യാണരാമനില്? റീത്ത് നെഞ്ചിട്ടോണ്ട് പോണ സീനല്ലേ? അതെ, ഇവിടെ അത് തന്നെ ബാക്കില്. ഇതെന്താ പരിപാടി? തേങ്ങ സലിംകുമാർ ചരണ്ടിയ തേങ്ങ. അതെന്തായിരുന്നു ഡയലോഗ്? എന്തായിരുന്നു? ഗണപതി ഇരിക്കട്ടെ. അത് ഞാൻ പറയില്ല. ലിച്ചിക്ക് പറ്റും. ലിച്ചിയെ കൊണ്ട് കാനഡ അല്ലെങ്കിൽ UK. നിങ്ങൾ അറിഞ്ഞോ? ഞാൻ കേക്കാം. ഞാൻ തേങ്ങ അടിച്ചപ്പോ ഒരു പീസ് വെള്ളത്തിൽ. മൂന്നാമത്തെ ക്ലൂ എന്തായിരിക്കും എന്നാണ് ഊഹിക്കുന്നത്? ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് കല്യാണരാമനില് മൂന്നാമത്തെ ക്ലൂ എന്തായിരിക്കും? ലിച്ചിയുടെ രൂപം വെച്ച് എന്തായിരിക്കും? ലിച്ചിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് മെൽക്കോ എന്ന് പറഞ്ഞേ. വേണ്ട, ലിച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ മാത്രമേ ചോദിച്ചുള്ളൂ. കൊറേ പറയാനുണ്ട് അതിനെ പറ്റി. ഇത്ര സ്റ്റാൻഡേർഡ് തോന്നിയത് മെൽക്കോ. അങ്ങനെയാണെങ്കിൽ വേറെ എന്താ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത താഴത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങേറ്റം സ്റ്റാൻഡേർഡ് ഉള്ള സാധനം കാണിച്ചു തരട്ടെ. കല്യാണരാമനിൽ നല്ല സ്റ്റാൻഡേർഡ് സാധനം. ഞാനിത് ഒരു ശബ്ദത്തിനും ചെട്ടിട്ട് അനുവദിച്ചിട്ടില്ല. ഈ ഡയലോഗ് എന്തായിരുന്നു?
ശരി, അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് അർജുനൻ എത്തിയിരിക്കുന്നു. അർജുനൻ 3 ക്ലൂവും കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു. കല്യാണരാമൻ. ഇനി ഇങ്ങേറ്റത്തിൽ നിന്നും ആദ്യ റൗണ്ട് മത്സരത്തിന് പോരാടാൻ എത്തുന്നു ഹരിത. ഈ കൂട്ടത്തിലെ ഈ മത്സരം ഇതുവരെ കണ്ടതിൽ വെച്ച് മനോഹരമായ മത്സരമായിരിക്കും. അതെ അതെ ഇപ്പൊ ഏതാ വേണ്ടതെന്ന് പറ. നീലയും പിന്നെ pink. ചോപ്പ് അത് ചോപ്പ്. ഇപ്പൊ തന്നെ പറയും. മുണ്ടാണ്, ഒരു മുണ്ടാണ്. അടുത്ത ക്ലൂ. അടുത്ത ക്ലൂ എന്ന് പറയുന്നത് ഒരു കോയിൻ. കിട്ടി. ഏതാ കണ്ടില്ല. എന്താ അത്? ഒരു കോയിൻ. ഓട്ടയുള്ള ഒരു കോയിൻ. കോട്ടയുള്ള കോയിൻ. ഓ നെക്സ്റ്റ് ക്ലൂ. നെക്സ്റ്റ് ക്ലൂ ഇറങ്ങി പോടി. നെക്സ്റ്റ് ക്ലൂ എന്ന് പറയുന്ന ഒരു കൂളിംഗ് ഗ്ലാസ്. ഒരു ക്ലൂ കൂളിംഗ്. അങ്ങോട്ട് നോക്കരുത്. ഒരു കൂളിംഗ് ഗ്ലാസ്. ഇത് ഏതോ മോഹൻലാലിന്റെ സിനിമ ആയിരിക്കും. ആ ഒരു കോമ്പിനേഷൻ. ഏതാ സിനിമ? അത് പറ. ഇത് ഞാനൊരു ക്ലൂ പറയാം. അതായത് മലയാള സിനിമയിലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നിന്നെ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അവരെടുത്തിട്ട് പേടിപ്പിക്കല്ലേ. അതെ. ഒരു പാട്ട് പറ ആ മൂവിയില്. ഒരു ക്ലൂ, ലാസ്റ്റ് ക്ലൂ. ഞാൻ പറയാം. ഇതെന്റെ റേബാൻ ഗ്ലാസ്. സ്ഫടികം. ഓ അവസാനം പറഞ്ഞു കളഞ്ഞു. ഇത്രയും ക്ലൂ കൊടുത്തിട്ട് പറയിപ്പിക്കുന്ന പരിപാടി നമ്മൾ ശരിക്കും അംഗീകരിക്കില്ല. കാരണം നമുക്ക് കൊടുക്കാവുന്ന സമയത്തിന്റെ അങ്ങേയറ്റം നമ്മൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സോമശേന അടിച്ച് സമ്മതിക്കാൻ പറ്റൂല. എനിക്ക് ഒരു കൺസിഡറേഷൻ അറിയാം മാത്തു. ഈ ലാലേട്ടന്റെ ഫാൻസ് ഒക്കെ ഹരിതയെ ഓടിച്ചിട്ട് അല്ല, അതങ്ങനെ തല്ലണമായിരുന്നു. ആണോ? എനിക്ക് അതായിരുന്നു ആഗ്രഹം. അത് അറിഞ്ഞൂടെന്നെങ്കിലും പറയാം. ഇത് മലയാളിയായിട്ടുള്ള ഒരാൾ എന്റെ അടുത്ത് തിളക്കമല്ലേ എന്ന് ചോദിക്കുന്നു. യെസ്, എന്തായാലും ഈ പറഞ്ഞത് നമ്മൾ കണക്കി കൂട്ടൂല. നീ അവിടെ പോയിരുന്നോ, പോയിന്റ് നഷ്ടമായിരിക്കുന്നു. ഹരിതയ്ക്ക് ഒരു കയ്യടി കൊടുത്തു വിട്ടേ തോറ്റതിന്. ഓക്കെ, അപ്പൊ ഇനി ടീം ദേവാസുരത്തിൽ നിന്നാണ് അടുത്ത ആൾ വരുന്നത്. സൈക്കോ രാജേ. ഞാൻ ആ അറ്റത്തിരിക്കണ. അറ്റത്തുള്ളൂ. ഞാൻ എടുക്കാം. കളർ അറിഞ്ഞൂടാ. കണ്ടിട്ടുണ്ട്. ഇല്ല അല്ല, എനിക്ക് മനസ്സിലായി, പക്ഷെ അതല്ല. എനിക്ക് മനസ്സിലായി, പക്ഷെ അതല്ലേ. അടുത്ത ക്ലൂയിലേക്ക് പോവാം. നെക്സ്റ്റ് ക്ലൂയിലേക്ക് പോവാം. പാളി. നാരങ്ങ മിഠായി. ഒരു ഐഡിയ ഇല്ല. ഇത് കണ്ടപ്പോ ഞാനൊരു ഇതിലോട്ട് എത്തിയായിരുന്നു. പക്ഷെ നാരങ്ങമുട്ടയില് അത് പറയണ്ട. എന്നാലും ഏതായിരുന്നൊക്കെയായിരുന്നു എത്തിയായിരുന്നേ? അത് മറ്റേ ഇതിന്റെ അകത്ത് കൂട്ടൂല. പഞ്ചവർണ്ണ തത്ത. പഞ്ചവർണ്ണ തത്ത. 1 2 3 4 5. അടുത്ത ക്ലൂയിലേക്ക് പോവാം. അടുത്ത ക്ലൂഡിലോ? അതെ, ലിച്ചിയുടെ അടുത്ത് എന്ത് ചോദിച്ചോക്കട്ടെ മാത്തു. ലിച്ചി കിട്ടിയോ? കിട്ടി. കിട്ടി. ശരി, അടുത്തത് കാണുമ്പോഴാണ് ശരിക്കും ആൾക്കാരെല്ലാവരും ഞെട്ടാനായിട്ട് പോകുന്നത്. അയ്യോ, എനിക്കറിയാം. നമ്മുടെ സുരേഷ് ഗോപി, ദിലീപ് ഏട്ടൊക്കെയുള്ള. അയ്യോ, നമ്മുടെ സൈക്കോ രാജേഷ് വിജയിച്ചിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നു ഉത്തരം തെങ്കാശി പട്ടണം. ആ ടീമിൽ നിന്നും ഇനി അടുത്ത ക്ലൂ പറയാൻ വേണ്ടിയിട്ട് വരുന്നു ബൈജു ദ രാജ. രണ്ട് 3 എണ്ണം അവശേഷിക്കുന്നു. ഈ റെഡ് ഇത് ഫസ്റ്റ് ക്ലൂവിൽ തന്നെ പൈസേട്ടൻ പറയും. അത് ഫസ്റ്റ് ക്ലൂ ആണ്. പറയും. അല്ലല്ല, ഞാൻ എല്ലാം കണ്ടു. അതെ. സെക്കൻഡ്. അടുത്ത ക്ലൂ എന്ന് പറയുന്നത് എന്തോ ഒരു സാധനം പൊതിയാ മാത്തു. ഇതെന്താ സംഭവം?
അല്ല അത് അവര് വെച്ച അല്ല സ്നാക്സ് ആണ്, അത് വേറെയാണ്, അത് ക്ലൂ അല്ലത്. അത് നിങ്ങൾക്ക് അയ്യോ പ്രൊഡക്ഷന്റെ ഇത് മാറിപ്പോയതാ. അത് മാറിപ്പോയവർക്ക് നിങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ളതാണ്. ചപ്പാത്തി. യെസ്, മറ്റേ ദിലീപിന്റെ മറ്റേ പൊട്ടനായിട്ടുള്ള പടം. ദിലീപിന്റെ ദിലീപ് മറ്റേ പൊട്ടനായിട്ട് അഭിനയിക്കുന്ന അല്ല പഞ്ചാബി ഹൗസ്. അടുത്ത ക്ലൂ കാണണോ? വേണമെന്നില്ല. വേണണ്ട കാണണ്ട. ഈ ചപ്പാത്തിയും ഈ ഷൂസും കണ്ടാൽ പഞ്ചാബി ഹൗസ് ആണെന്ന് തീരുമാനിച്ചോ? മൂന്നാമത്തെ ക്ലൂ കാണണോ? മൂന്നാമത്തെ ക്ലൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടു. കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഉത്തരം തെറ്റാണ്. ആ ഉത്തരം തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഇത് കണ്ടോ? ഓക്കെ, അപ്പൊ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഈ മത്സരം ഒരൊറ്റ പരാജയം കൊണ്ട് മാത്രം ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു. ടീം മധുരരാജ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു. ടീം ദേവാസുരം വിജയിച്ചിരിക്കുന്നു. മാത്തു, വിജയമൊക്കെ ശരിയാണ്, പക്ഷെ ലിച്ചിക്ക് ഒരു ആഗ്രഹമില്ലേ? ലിച്ചിക്കും ഇല്ലേ ഒരു ആഗ്രഹം? പിന്നെ ഞാനിവിടുത്തെ എല്ലാ പേരും പറഞ്ഞു മതി. ലിച്ചി അവിടെ ഇരുന്നാ മതി, ഇങ്ങോട്ട് വരണമെന്നില്ല. ലിച്ചി അവിടെ ഇരുന്നാ മതി. ലിച്ചിക്ക് ക്ലൂ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ലിച്ചിക്ക് ഏത് ബോക്സ് വേണം? അല്ല, ഒറ്റ ബോക്സേ ഉള്ളൂ. ഇനി ബാക്കി ഈ ഒരു ഇങ്ങോട്ടിരിക്കുന്ന ബ്ലൂ ഉണ്ട്, ഈ ബ്ലൂ ഉണ്ട്, ഈ ബ്ലൂ ഉണ്ട്. ഇതിൽ ഏത് ബ്ലൂ വേണം? ഇംഗ്ലീഷ് ബ്ലൂ എടുക്ക്. ഗ്രീനിഷ് ബ്ലൂ. ഒരു സെക്കൻഡ്, ഞങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ല. ഇതിൽ ഏത് ഇംഗ്ലീഷ് ബ്ലൂ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയോ? ഗ്രീനിഷ് ബ്ലൂ. ഗ്രീനിഷ്. മീശ മാധവൻ. അതെ, ഞാൻ മര്യാദയ്ക്ക് ഒരു ക്ലൂ എടുക്കാൻ നിന്നതല്ലേ. അപ്പൊ നിങ്ങൾ കേറിയിട്ട് വല്ല ആവശ്യമുള്ള കാര്യമാണോ? കല്ലിച്ചേട്ടാ, ഏറ്റവും എളുപ്പമുള്ള ക്ലൂ ഞാൻ ഇതിന്റെ അടുത്ത് കാണിച്ചു കൊടുത്തോളൂ. ഞാൻ അബദ്ധം കാണിച്ചുകൊണ്ട് മാത്രം അടുത്ത കൂടെ ലിച്ചിക്ക് വേണ്ടിട്ട് ഈ മര്യാദയ്ക്ക് അതിന്റെ രീതിക്കൊക്കെ എടുത്ത് വന്നതായിരുന്നു. പോയി അറിഞ്ഞു വെച്ച്. അടുത്തത് കണ്ടോ? ഫസ്റ്റത്തെ ഒന്നും ക്ലൂവിൽ ഒരുത്തനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂല. പറ്റോ? തെറ്റായിട്ടുള്ള ഉത്തരം. സെക്കൻഡ് ക്ലൂ. അടുത്ത ക്ലൂ തരാം. ശരിയാ, രാംജി റാവു സ്പീക്കിംഗ്. മൂന്നാമത്തെ ക്ലൂ കൂടെ കാണിച്ചു തരാം. മൂന്നാമത്തെ ക്ലൂ ഇതായിരുന്നു. ശരിക്കും ആ കള്ളന്റെ ലുക്ക്. ഈ വിശ്വാസം അന്ധവിശ്വാസം എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ അപ്പോഴാണ് ആലോചിച്ചൊരു കാര്യം. നമ്മൾ ഇതേവരെ ഇത്രയും കാലമായിട്ട് നമ്മുടെ പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് നമ്മളൊരു ഇവിടെ ഒരു പൂജ നടത്തുവോ, ഇവിടെ ഒരു തറരക്ഷ നടത്തുവോ, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പൂജ നടത്താൻ പോവാണോ? നമുക്ക് അങ്ങനെ ഒരു പരിപാടി വിളിക്കും. ഇപ്പോഴോ? പൂജയോ? ഞാൻ പോയിട്ട് എടുത്തിയാ മതി, എനിക്ക് വയ്യ. പിന്നെ ഇനി അരമണിക്കൂർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത്. അരമണിക്കൂറൊന്നും വേണ്ട, ശകുനം പറഞ്ഞു ഉള്ള നോക്കിയാണ് പുള്ളിക്കാരി ഇന്ന് ഇവിടെ ഇരുന്നിരുന്നിട്ട് പോവേല്ലേ, നമുക്കല്ലേ ഈ ദോഷങ്ങളൊന്നും വീഴാൻ പോണത്. ശകുനം പറഞ്ഞു 5 മിനിറ്റ് തീരുവാണെങ്കിൽ ഓക്കെ. 5 മിനിറ്റ് അതിനേക്കാൾ കൂടുതൽ എടുക്കില്ല. കാരണം ഈ സ്വാമി വളരെ ഫാസ്റ്റ് ആണ്, വളരെ ഇൻസ്റ്റന്റ് ആണെന്നാണ് മാത്തു എന്റെ അടുത്ത് പറഞ്ഞത്. ക്യൂരിയസ് ആണ്. ഇൻസ്റ്റന്റ് സ്വാമിയാണെങ്കിൽ ഓക്കെ. നമുക്ക് എന്തായാലും സ്വാമിയെ വിളിക്കാം. സ്വാമിക്ക് ഒരു പ്രത്യേക നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാം 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടിട്ട്. റെഡി? സ്വാമി വരട്ടെ. ചിരിക്കല്ലേ, ചിരിക്കന്നെ ശ്രദ്ധിക്കുക. ഇത് സൂര്യ കയ്യടി മനയില് ആദ്യത്തെ തിരുമേനിയാണ്. സൂര്യ കാലടി എന്നല്ലേ? സൂര്യ കാലടി മനയില്ലേ? അപ്പൊ കാലടിയല്ലേ? കൊറേ കാലമായി കാല് വിട്ട് അടിച്ചോണ്ട് നടക്കുന്നു, ഒരു ഉണ്ടയും കിട്ടിയിട്ടില്ല. എന്നാ പിന്നെ ഇനി ബാക്കിയുള്ള കാലം കൈ അടിച്ചോണ്ട് നടക്കാന്ന് വിചാരിച്ചു. ഒരു വല്ലാത്ത സ്മെല്ല് നിനക്ക് കിട്ടുന്നുണ്ടോ? ആ, എനിക്കും കിട്ടുന്നുണ്ട്. ഒരു ചീഞ്ഞ സ്മെല്ല് കിട്ടുന്നുണ്ട്. ഉണ്ട്, നിങ്ങൾക്ക് കിട്ടുന്നല്ലോ? ഇല്ല. പിന്നെ AC ഫ്ലോറിലല്ലേ ഒന്ന് നോക്കിയടാ. നല്ല ചീഞ്ഞ സ്മെല്ല്. ഇല്ല. നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആ, നിങ്ങൾക്ക് കിട്ടില്ല. അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നേ? നിങ്ങൾ അടിച്ച കോമഡി അല്ല, ഇവിടെ കിടന്ന ചീഞ്ഞുള്ള നാറ്റമാണ്.
ആ നിൽക്കുന്ന എലുമ്പനുണ്ടല്ലോ, അവനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോമഡി അടിച്ച് ചീഞ്ഞ് ഈ നാറ്റം ഉണ്ടാക്കാൻ കാരണം. സാവി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 30% അവരേക്കും, 30% അവരേക്കും. 60ആയി. ഈ ഒരു 10 ഇവിടെയും 10 ഇവിടെ ഏറ്റി. അപ്പൊ 80ആയി. ബാക്കി 20% മനോജിന്റെ ഉല്ലാസ് പന്തളം അടിച്ചു. മഞ്ഞപ്പൊടി എടുക്കൂ. ആരും ശബ്ദിക്കരുത്. പൂജ തുടങ്ങുകയാണ്. ശബ്ദിച്ച ഫലം ഉണ്ടാവില്ല. മഞ്ഞപ്പൊടി എടുക്കൂ, മഞ്ഞപ്പൊടി എടുക്കൂ. ആ പട്ടി നീ കൊണ്ടുവന്നു മഞ്ഞപ്പൊടി എടുക്കാൻ പറഞ്ഞപ്പോ നീ ചിക്കൻ മസാല കൊണ്ടുവന്നു. ഇവിടെ ചിക്കന്റെ മണം അടിച്ച എനിക്ക് 2 പൊറോട്ട തിന്നണമെന്ന് നിനക്ക് അറിയത്തില്ല. കുഴപ്പമില്ല, എനിക്ക് പൊറോട്ട വേണം. എനിക്ക് പൊറോട്ട വേണം. മഞ്ഞപ്പൊടി എടുത്തോണ്ടോ ചീഞ്ഞ നാറ്റങ്ങൾ ഒഴിഞ്ഞു പോട്ടെ. നമുക്കിനി തറപ്പണി തുടങ്ങാം. ഞാനത് എന്നാ പറയാത്തെന്ന് ഓർത്തിരിക്കുന്നു. എവിടെ ഇട്ടത് കുത്തണത്? കുത്തണ്ട എഡ്ജറിയാൻ പറ്റുന്നത്. ഇതെന്താ നീ എന്തോ ഈ കാണിക്കുന്നത്? തറപ്പണി തുടങ്ങാം. അയ്യോ, തറപൂജ തുടങ്ങാമെന്നാണ് ഞാൻ പറഞ്ഞത്. പൂജ തുടങ്ങാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പൂജ തുടങ്ങി കഴിഞ്ഞാൽ തിരുമേനി പിന്നെ ഒരു അക്ഷരം ഉരിയാടില്ല. അതിനു മുമ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ തിരുമേനി ഉണ്ടെങ്കിൽ നിങ്ങൾ വരാം. ഇതാരാണ്? നമസ്കാരം. നമസ്കാരം. എന്റെ ഭർത്താവിനെ വേറെ ഒരു സ്ത്രീ ആയിട്ടൊരു ബന്ധമുണ്ട്. വേറൊരു സ്ത്രീയായിട്ട് ബന്ധമോ? അവനെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. കുട്ടിയെ പറ്റിക്കുകയാണല്ലോ അല്ലേ? എത്ര കാലമായി തുടങ്ങിയിട്ട്? ഒരു 2-3 വർഷമായിണ്ട്. അവന്റെ പേരെന്താ? പാക്കരൻ. പാക്കരന്റെ മൂക്കിലൊരു ഈച്ച കേറി, ഈക്കിലിട്ട് കുത്തിയപ്പോൾ പുറത്തു ചാടി. കമോൺ. പാക്കരന്റെ മൂക്കിലൊരു ഈച്ച കേറി, ഈക്കിലിട്ട് കുത്തിയപ്പോൾ പുറത്തു ചാടി. കമോൺ പരിപാടി, കമോൺ പരിപാടി, കമോൺ പരിപാടി, കമോൺ പരിപാടി. കിട്ടിയ കിട്ടി കിട്ടി. പാക്കരന് 2 മാസം കൂടെ ഉള്ളൂ. അവൻ തീരുന്നു. അതിന്റെ കുന്തളിപ്പാവനെ നാം കാണുന്നു. പാക്കരാ, നിന്റെ മൂക്കിലൊരു പഞ്ഞിവെക്കം. അതായത് നിന്റെ ഭർത്താവ് മരിക്കും. അവന് പരസ്ത്രീ ബന്ധമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ 2 മാസത്തിനുള്ളിൽ അവൻ എവിടെയെങ്കിലും ചെന്ന് കയറിക്കോളും. നാട്ടുകാർ പിടിച്ച് അവനെ അവിടെ വെച്ച് തീരും. അവനെ കൊല്ലും. സ്വാമി പറഞ്ഞതൊന്നും തെറ്റാറില്ല. എന്റെ പിള്ളേരിനി എന്ത് ചെയ്യുവേ? എന്റെ പിള്ളേർക്ക് ഇനി ആരുണ്ട്? എന്റെ പിള്ളേർക്ക് ഇനി ആരുണ്ട്? പിള്ളേർക്ക് മാത്രമല്ലോ, ചേച്ചിക്കും ആരും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ വേറെ കല്യാണം കഴിക്കാമല്ലോ. അതുപോലെയാണോ 2-3 വയസ്സുള്ള പിള്ളേർക്ക് വേറെ അച്ഛനെ കിട്ടുമോ? എന്റെ പിള്ളേർക്ക് ഇനി ആരുണ്ട്? പിള്ളേരെ മാത്രമായിട്ട് നടക്കൂല. പൊയ്ക്കോ. എങ്ങനെ? പിള്ളേരെ മാത്രമായിട്ട് എടുക്കൂല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. വേറെ ഒരു പൂജ വെക്കാം. അപ്പൊ ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇവിടെ എനിക്കുണ്ട്. ചോദിച്ചോളൂ. എന്തായാലും ഞാൻ സിനിമയിൽ ആയല്ലോ. ആണ്. അപ്പൊ എനിക്ക് അറിയപ്പെടുന്ന ഭയങ്കര വലിയൊരു നടിയാവണം. അതിന് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാ? ഇതിനായിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ഉടവസ്ത്രത്തിൽ വിശ്വാസമുണ്ടോ? എന്ത്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? കൂടോത്രോ? വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും നോക്കാം. വിശ്വസിക്കണം. കൂടോത്രം ചതിക്കില്ല. ചെയ്തതാണ്. കുറെ നായികമാര് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് ഒരു ഉഗ്ര സാധനം ഞാൻ ഒരു മുട്ടയിൽ ചെയ്തു തരാം. ആണോ? മനസ്സിലായോ? അത് എനിക്കത് മനസ്സിലായി. നോമിന്റെ 4 സ്റ്റീൽ കിട്ടി. മുട്ടയിൽ മതിയാവോ? ഒരു മുട്ട വേണോ അതോ കുറെ മുട്ട വേണോ? ഞാനൊരു സാധനം അങ്ങ് തരും. ഒന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട. ഞാൻ ചെയ്തു തന്നോളാം. ശിഷ്യ എടുക്ക. ഓം പ്രജട പ്രജട ക്ലാള ക്ലീള ക്ലീൻ ഷേ ക്ലിപ്ല ചിന്ദ്ര ചില്ല ചിന്താന ക്ലീൻ. ഓം ക്ലീൻ ഷേ ക്ലീഷേ ബ്ലിങ്കാന ക്ലീൻ ഡാ ബ്രിങ്ഡാന തുന്നുമാൻ ബ്രിങ്ഡിൻ കീനേനീടാനാന ബ്രിംബ്രീരിൻ ചിങ്കാനക ജൂജു താനാന. ഈ ഇടവപ്പാതിയുടെ കാര്യങ്ങൾ ശരിയാവെന്നാ പറഞ്ഞേ. ഈ മുട്ടയിൽ ഗംഭീര സാധനമാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്.
എന്താ ഇത് മന്ത്രമല്ലോ ഇത് മന്ത്രമാണോ തിരുമേനി? ഇത് കുറച്ച് സംഖ്യകളാണ്. സംഖ്യാശാസ്ത്ര പ്രകാരമാണ് എന്റെ സംഖ്യാശാസ്ത്രം ഞാൻ കേട്ടിട്ടുണ്ട്. സംഖ്യാശാസ്ത്രം അത് പ്രകാരമാണ് എന്റെ വിധികള്. അതുകൊണ്ട് ഇത് എന്നാ ഇയാൾ ചെയ്യടോ, ഇയാൾ ഉണ്ടാക്കുക കള്ളമാണ്. ഞാനൊരു കാര്യം ഒരു കൈ തള്ളിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ കിടക്കുന്ന റൂമിലേ വെക്കാവൂ. അവിടെ വെച്ചിട്ട് രാത്രി ഒരു 11 മണി കഴിയുമ്പോ ഈ മുട്ട എടുക്കാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ ചില അക്കങ്ങൾ കാണുന്നില്ലേ, സംഖ്യാശാസ്ത്ര ഇത് മൊബൈലിലോട്ട് അങ്ങ് ഡയൽ ചെയ്യുക. അപ്പൊ അതൊരു കോളായിട്ട് പരിണമിക്കും. അത് നമ്മിലേക്ക് എത്തും, നമ്മുടെ ഫോണിലേക്ക് എത്തും. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. രാത്രി 11 മണിക്ക് തന്നെ. രാത്രി 11 മണിക്ക് ശേഷം നമുക്ക് സംസാരിക്കാം. ഇനി അഥവാ അതിന് ഫലം കിട്ടിയില്ലെങ്കിൽ ഇതില് വേറെ കുറെ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അതായാലും നല്ല ഫലം കിട്ടും അല്ലേ തിരുമേനി? ഏത് ഇത് ഇവിടെ നോക്കട്ടെ. ഇതങ്ങനെ ഫലിക്കണ്ട. അപ്പൊ നോം വന്ന കാര്യം അതിനല്ലല്ലോ. ഈ ഫ്ലോറിനൊരു വലിയ ദോഷമുണ്ട്. വാനര ദോഷമാണ് ഇതിന്. വാനര ദോഷം. ഈ ഫ്ലോറിനൊരു വാനര ദോഷമുണ്ട്. അതെന്താ? ഇത് പണ്ട് ഈ ഫ്ലോർ വരുന്നതിന് മുമ്പ് ഇതൊരു ചെറിയ കാടായിരുന്നു. പിന്നെ വൈദ്യുതി ജംഗ്ഷൻ കാട്. അതെ അതിപ്പോഴല്ല, പണ്ട് കാലത്ത് ഇവിടെ കാടായിരുന്നു. അതാ തിരുമേനി. ഇവനെ ഒരു കാര്യം പറയാൻ സമ്മതിക്കുന്നില്ല. ഇത് പണ്ടുള്ള കാലം, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, പുരാതന കാലത്തുണ്ടായ കേസാണ്. കാലത്തെ കാര്യമാണ്. 1000 വർഷത്തിന് മുമ്പുള്ള കേസാണ്. ഇവൻ വൈറ്റിലൂടെ പറയുന്നത് തിരുമേനി. വിവരം ഇല്ലാത്തോണ്ട് പറയാം. ഇവനൊന്നും ഉണ്ടോ? നീ ആവശ്യ കാര്യം അറിയാതെ സംസാരിക്കുന്ന എന്തിന്? തിരുമേനി പറയും. വാനര ശാപം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ കാടായിരുന്നു മോനെ. ഒരുപാട് വാനരന്മാർ ഓടി നടന്ന് ജീവിച്ച അവരുടെ വിഹാര കേന്ദ്രമായിരുന്നു ഇത് ഈ സ്ഥലം. അവരോട് അനുവാദം ചോദിക്കാതെയാണ് ഈ കാട് വെട്ടിത്തെളിച്ചിരിക്കുന്നത്. വാനരന്മാരോട് അനുവാദം ചോദിക്കാണ് ഈ കാട് വെട്ടിത്തെളിച്ച് ഇവിടെ ഈ ഫ്ലോർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്താ പ്രതിവിധി? എന്താ? ഒരു ഉഗ്ര പൂജ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം മാറി കിട്ടും. ഈ ഫ്ലോറിന് വിഘാതമായി നിൽക്കുന്ന, ശാപമായി നിൽക്കുന്ന വാനരന്മാരെ എല്ലാം ഞാൻ എന്റെ ദേഹത്തായിട്ട് അങ്ങ് ആവാഹിക്കും. വാനരന്റെ രൂപം പൂണ്ട് ഞാൻ അങ്ങ് ആവാഹിക്കും. ആവാഹിച്ചു കഴിയുമ്പോൾ എന്റെ ദേഹത്തേക്ക് വാനരന്മാർ കയറും. അപ്പൊ എന്നെ ശക്തമായിട്ട് പിടിച്ചോണം. ചേച്ചി അടുത്തോണ്ട് വരും. എല്ലാവർക്കും അനുഗ്രഹം കിട്ടി കാണും. വാനരശാപം അങ്ങ് മാറി എല്ലാം അത്രയ്ക്ക് ആവാഹിച്ചിട്ടുണ്ട്. പിന്നെ തേള് കടിച്ചിട്ട് കരഞ്ഞതാണോ? അല്ലാണ്ട് ഉറഞ്ഞു തുള്ളിയതല്ലേ? അത് വേറൊന്നും വിചാരിക്കരുത്. 3 മാസം മുമ്പ് ഇതുപോലെ ഒരു വാനരശാപം ഞങ്ങൾ ഒഴിപ്പിക്കാൻ പോയതാ. എന്നിട്ട് ഈ മാസ്ക് എടുത്ത് ഞാൻ മൂലക്കിട്ടിരുന്നു. അതിന്റെ അകത്ത് തേളോ പാമ്പൊക്കെ കയറുന്നു. ആരറിഞ്ഞു? ഒന്ന് പിടിച്ച് ഒന്ന് ആശുപത്രി ഒന്ന് ആകട്ടെ, ഒന്ന് അവിടെ വരെ ആക്കിത്ത കൊട്ടാ നോക്കിക്കാതെ. നമുക്ക് ഇനി എന്തായാലും കടക്കാനായിട്ട് പോകുന്നത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിൽ ലിച്ചി മോൾക്കുള്ള മത്സരങ്ങളിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ലിച്ചിയെ വിളിച്ചിട്ട് നമുക്ക് ഗെയിം ആരംഭിക്കാം. ഓക്കെ, അപ്പൊ ലിച്ചി മോളെ നാല് റൗണ്ട് മത്സരങ്ങളാണ് ലിച്ചിയെ കാത്തിരിക്കുന്നത്.
4 നമ്മുടെ LED വാളിലേക്ക് നോക്കിയിട്ട് നമുക്ക് മത്സരിക്കേണ്ട സംഭവങ്ങളാണ്. അതെ. ഫസ്റ്റ് റൗണ്ടിൽ തോറ്റ പോയിരിക്കാലോ. ഇല്ല, ആദ്യത്തെ റൗണ്ടിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ കൂവും. രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ പിടിച്ചു നിർത്തും. എന്നിട്ട് അതിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ കൂവും. എന്നിട്ട് പിന്നെ 3-4 റൗണ്ടിലും നമ്മൾ കൂവും. എനിക്കൊരു കുഴപ്പമില്ല. മാത്തു, ഒരു മത്സരത്തിൽ വിജയിച്ചാൽ ഞാനൊരു സമ്മാനം തരുന്നു. വേണ്ട, ഗ്രേപ്പ് ഫ്രൂട്ട് അവിടെ ഇരിക്കും. ആദ്യത്തെ റൗണ്ട് മത്സരത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ LED വാളില് നമ്മളൊരു സീൻ കാണിക്കും. അപ്പൊ ആ സീൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണാം. കാരണം ആ സീനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു ചോദ്യമായിരിക്കും വരിക. ഫസ്റ്റത്തെ റൗണ്ടിലെ ആദ്യത്തെ സീൻ വരും. പണം എനിക്കൊരു പ്രശ്നമല്ല. ഇതെന്താണെന്നറിയാമോ? അബ്ദുള്ള. ഇതെന്താണെന്നറിയാമോ? ഷേഖ് അബ്ദുള്ള. അങ്ങ് ദുബായിൽ ഈ അബ്ദുള്ളയുടെ ഇടം കൈയാണ് ഞാൻ. ചോദ്യം ഇതാണ്, മണവാളന്റെ ഫിനാൻസ് ഉണ്ടല്ലോ, അതിന്റെ പ്രവർത്തന സമയം. അയ്യോ, ശ്രദ്ധിച്ചില്ലേ? രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. ഇവിടെ പാസിംഗ് ഉണ്ടോ? പാസിംഗ്. നമുക്ക് വീഡിയോ കാണാം. നമുക്ക് വീഡിയോ പറയാൻ അനുവദിക്കില്ല നമ്മൾ. പണം എനിക്കൊരു പ്രശ്നമല്ല. ഏറ്റവും കൂടുതൽ സമയം കാണിച്ച ബോർഡ് അതായിരുന്നു. അപ്പം എന്തൊക്കെയാണ് പിന്നെ ശ്രദ്ധിച്ച കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ പറ. അവിടെ കളർ പെൻസിൽ എത്ര എണ്ണം, അതിന്റെ കളറ് റെഡ്, ഗ്രീനും, മഞ്ഞ, ബാക്കി അതിനുള്ള ഒട്ടകം 2 എണ്ണം, ഒട്ടകത്തിന്റെ മുകളിൽ ബ്ലാക്ക്. അപ്പൊ എന്തായാലും ആദ്യത്തെ റൗണ്ടില് വിജയകരമായി പരാജയപ്പെട്ട കാരണം കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മക. രണ്ടാമത്തെ റൗണ്ടിൽ ലിച്ചിക്ക് ഭയങ്കര എളുപ്പമുള്ള റൗണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു സീൻ കാണിക്കും. ആ സീൻ അതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കാണിക്കാം. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിന്? അപ്പൊ അവൻ എന്നെ എടിന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറ്റത്ത് ഒറ്റ കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ട് ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിന്. അപ്പൊ ഞാൻ അവന്റെ അപ്പൂപ്പനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആസ്പത്രി കൊണ്ടുപോയി. ഇതെന്തായാലും ലിച്ചിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം അത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചോദിക്കും, വട്ടാണല്ലേ? അങ്കമാലിലെ അമ്മാവൻ ആരാന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. അപ്പൊ ആ കഴുകൻ പറയണേ ഈ ഹോട്ടലിന്റെ അമ്മാവന്റെ വകയില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ അമ്മാവന്റെ വകയാണെന്ന്. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിം കൂടി തല്ലി പൊട്ടിച്ചു. അപ്പൊ അവന് എന്താ പറഞ്ഞേ? അപ്പൊ അവനെല്ലാം പൊടിന്ന് വിളിച്ചു. അപ്പൊ അവനെ പൊടിന്ന് വിളിച്ചു. അപ്പൊ ഞാൻ പട്ടിന്ന് വിളിച്ചു. അപ്പൊ അവിടെ ഇരുന്ന ഫോട്ടോ ഫ്രെയിം എടുത്ത് ഞാൻ തല്ലി താഴെ ഇട്ടു. അതിനുശേഷം അവൻ എന്നെ ചീത്ത വിളിച്ചപ്പോ അവന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ഞാൻ ചീത്ത വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവൻ എന്റെ കൊടെടുത്ത് വലിച്ചു പിടിക്കാൻ പോയി. ആ കൊടെടുത്ത് ഞാൻ അടി കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അവിടെ കിടന്ന ഫ്ലവർ വേസ് എടുത്ത് ഞാൻ തലക്കിട്ട് അടിച്ചു പൊട്ടിച്ചു. ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവരെങ്ങനെയാ ചെയ്തേ? വട്ടാണല്ലേ? ട്രൈ ചെയ്തല്ലോ, അതിനൊരു കൈയടി. നമ്മൾ കുറച്ച് ഇമേജുകൾ കാണിക്കും. ആ ഇമേജ് മലയാളത്തിലെ ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും. ആ ഇമേജിലൂടെ ആ പാട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ LED ഓൺ. കിട്ടിയോ? ഇല്ല. ചന്ദ്രൻ, റോസപ്പൂ. ചന്ദ്രനും റോസാപ്പൂവും ചന്ദ്രനും. ആലോചിക്കുക. യൂസ് യുവർ ബ്രെയിൻ. പിന്നെ ഒന്നൊന്നും പാടി നോക്കിയേ, മൈക്കിൽ പാടി നോക്കിയേ. ചന്ദ്രപൂ ചന്ദ്രനോ? നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയോ? ഇങ്ങനെയാണോ? അമ്പിളിപ്പൂ ചന്ദ്രനല്ലേ, അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ലേ? അല്ല. ഓക്കെ, ഒരു രക്ഷയില്ല. ആർക്കും കിട്ടിയിട്ടില്ലാത്ത സ്ഥിതി എനിക്ക് കിട്ടി. നമുക്ക് എന്തായാലും ഫ്ലോറിൽ കേൾക്കാം. തിങ്കളേ പൂത്തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ. അപ്പൊ എന്തായാലും തുടർച്ചയായിട്ട് 2ാം പ്രാവശ്യവും പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ സ്വന്തം ലിച്ചി. ഈ ഉത്തരം അറിയാവുന്ന ആളുണ്ടെങ്കിൽ വിളിച്ചു വരുത്തി അപമാനിക്കാന്ന് കേട്ടിട്ടുണ്ട്. പരാജയപ്പെടുത്തുക ആദ്യമായിട്ട്. ഒരു റൗണ്ടും കൂടെ ഈ മത്സരം തന്നെ പോയാലോ? അടുത്ത മത്സരത്തിന് എന്തായാലും ലിച്ചി പറയും. ഈ പ്രാവശ്യം പാട്ടില്ല, സിനിമയുടെ പേരാണ് വരുന്നത്. നിങ്ങക്ക് കിട്ടിയാ? അത് ഒന്ന് യോജിച്ചു നോക്ക്. മിണ്ടാണ്ടി പറഞ്ഞു നോക്ക് കിട്ടും. ഓരോ പിക്ചേഴ്സ് ആയിട്ട് പറഞ്ഞു നോക്ക്.
ചേച്ചി പറഞ്ഞു ഇത് ഒന്നല്ല ഉദ്ദേശിച്ച അതെ. ഒരു ഇന്ത്യ ഒരു ഇന്ത്യ ഇന്ത്യൻ ഒരു ഇന്ത്യൻ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത. സ്മൈലി എപ്പോഴാ എടി ആ സ്മൈലി എപ്പോഴാ അയക്കുന്നേ? ഏത് ആ സ്മൈലിയോ? ആ സ്മൈലി സാധാരണ അത് കുടുംബം, ഫാമിലി. അതാണോ കുടുംബം? അല്ലല്ല, എന്റെ പേര് സൂര്യ, എന്റെ നാട് ഇന്ത്യ. ഒരു ഇന്ത്യൻ ജനത. ഫഹദ്. ഓക്കെ, അത് വിട്, അടുത്തത് നോക്ക്. ലവ് ചിഹ്നം നോക്ക്, ലവ് ചിഹ്നം. ഫഹദ്. പാടാണോ? ചേച്ചി ഇത് എന്താണ്? ലവ് എന്താണ്? പ്രണയം. ഒരു ഇന്ത്യൻ പ്രണയ കഥ. ബസ്റ്റർ അമർത്തി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതൊക്കെ പറയണേ. ഞാൻ ആ സിമ്പിൾ യൂസ് ചെയ്യാറില്ല, അതിന്റെ കുഴപ്പം. എന്താ യൂസ് ചെയ്യാതെ? ആ സിമ്പിൾ ആ കുട്ടിക്ക് അറിയില്ല. കുട്ടി സിമ്പിള് വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ കേട്ടോ. ചെല്ലും ഇരുന്നോളൂ. കേട്ടോ, വേണമെങ്കിൽ യൂസ് ചെയ്തോളൂ. വേണ്ട വേണ്ട വേണ്ട, തീരെ വേണമെന്നില്ല. പോയി. അപ്പൊ അങ്ങനെ 3 റൗണ്ട് മത്സരങ്ങളിൽ 3ലും പരാജയപ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വം തോപ്പിച്ചാണ്, എങ്കിലും ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതാണ് പരാജയത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അതാണ്. ഒരുപാട് അപമാനിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാലും നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ സങ്കടം വരൂലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റ, ബൈ.